السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, രക്ഷിതാക്കളെ, സർവശക്തനും സർവ്വലോക നിയന്തവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി പാലിച്ച് യഥാർത്ഥ മുഅ്മിനീങ്ങളായി മുത്തഖീങ്ങളായി ജീവിച്ച് മരിച്ചു പോകാൻ ശ്രമിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നിയമനിർദ്ദേശങ്ങളെ മാനിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു സന്ദർഭത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അവൻ്റെ ദീന് പഠിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി നമുക്ക് പ്രബോധനം ചെയ്ത് പൂർത്തീകരിച്ച് നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ച മതത്തിൽ ഏത് രൂപത്തിലാണോ പ്രവാചകൻ പഠിപ്പിച്ചത്, സ്വഹാബത്ത് മനസ്സിലാക്കിയത്, അതുരൂപത്തിൽ ദീനിനെ പഠിക്കാനും മനസ്സിലാക്കാനും ഈ ഒരവസരത്തെ നാം തിരഞ്ഞെടുത്തു. നാളെ പരലോകത്ത് സ്വർഗം ലഭിക്കാൻ കാരണമാകുന്ന ഒരു അമലായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും ഇതിനെ സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ നമുക്ക് അനുവദിച്ചു തന്ന ചുരുങ്ങിയ ആയുസ്സിൻ്റെ ഇടക്ക് നിന്ന് ഒരുപാട് സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ സ്വർഗ പ്രവേശനം ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് നരകമോചനം ലക്ഷ്യമാക്കി നാം ഒരുപാട് പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ നിർവഹിക്കുന്നുണ്ട്. എന്നാൽ അതിനു പുറമെ ദുനിയാവിൽ നാം ജീവിക്കുമ്പോൾ ദുനിയാവിൻ്റെ ഒരുപാട് പ്രയാസങ്ങളും കഷ്ടതകളും ബുദ്ധിമുട്ടുകളും നമുക്ക് സഹിക്കേണ്ടി വരും. ഒരുപാട് സമ്പത്തുണ്ട്, മക്കളുണ്ട്, ആസ്തിയുണ്ട്, നല്ല ജോലിയുണ്ട്. എന്നിട്ടും ജീവിതത്തിൽ ഒരു സമാധാനമോ സ്വസ്ഥതയില്ലാതെ ജീവിക്കുന്ന ഒട്ടനേകം കുടുംബങ്ങൾ നമുക്കിടയിലുണ്ട്. ഒരു പക്ഷേ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബത്തിൽ നിന്ന് കൺകുളിർമ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബിൻ്റെ തൗഫീഖാണ് യഥാർത്ഥത്തിൽ കുടുംബജീവിതം സന്തോഷമായി തീരുക എന്നുള്ളത്. ഒരുപാട് പ്രയാസങ്ങൾ, മക്കളുടെ കാര്യം ആലോചിക്കുമ്പോൾ സാമ്പത്തികമായ പരാധീനതകൾ, ഇങ്ങനെ തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത ശാരീരികമായ ബുദ്ധിമുട്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ജീവിതത്തിലുണ്ടാകും. പ്രിയമുള്ളവരെ, റബ്ബിൻ്റെ സഹായം സദാ നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിച്ചിട്ടില്ല എങ്കിൽ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. അള്ളാഹുവിൻ്റെ തൗഫീഖ് അത് നമുക്ക് ലഭിക്കണം. ഏത് സമയത്തും നമ്മുടെ പ്രാർത്ഥന എന്താ? യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലനാ ശഅനനാ കുല്ലഹ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും
ഞങ്ങൾക്ക് ശരിയാക്കി തരണമേ. വലാത്ത കിൽനി ഇലാ നഫ്സി തുറഫത്ത ഐൻ, കണ്ണിമ വെട്ടുന്ന സമയം പോലും എൻ്റെ കാര്യം എന്നിൽ ഏൽപ്പിക്കല്ല എന്ന് നാം പ്രാർത്ഥിക്കുന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, എല്ലാ സഹായവും എല്ലാ കഴിവും റബ്ബിനുള്ളതാ, നമുക്കൊരു കഴിവുമില്ല. ഞാൻ സംസാരിക്കുന്നത്, നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്നത്, ഈ ഒരു പള്ളിയിലേക്ക് നമുക്ക് നടന്നു വരാൻ സാധിച്ചു, എല്ലാം റബ്ബിൻ്റെ അനുഗ്രഹം. ഏത് സമയത്തും റബ്ബ് നമ്മിൽ നിന്ന് അനുഗ്രഹങ്ങൾ തിരിച്ചു പിടിച്ചേക്കാം. നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടാകാം, ജീവിതത്തിൽ വന്ന സ്ഖലിതങ്ങൾ കൊണ്ടാകാം, റബ്ബിൻ്റെ പരീക്ഷണമായി നമ്മുടെ ജീവിതത്തിൽ റബ്ബ് നൽകിയ അനുഗ്രഹങ്ങൾ ഒരുപക്ഷെ റബ്ബ് എടുത്തേക്കാം. ഇന്ന് നാം സുഖസുന്ദരമായി പോയി കിടന്നുറങ്ങി, നാളെ എഴുന്നേറ്റ് 2 കാല് വെച്ച് കിടക്കയിൽ നിന്ന് എണീറ്റ് നിൽക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിലോ? മനുഷ്യൻ്റെ കാര്യം അത്രയും നിസാരമാണ്. എന്തും സംഭവിക്കും. ഡോക്ടറുടെ അടുത്ത് ചെന്ന് കാലിലൊരു നീര് വന്നു, ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് ടെസ്റ്റുകളെല്ലാം ചെയ്തപ്പോൾ കിഡ്നിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, തകരാറുണ്ട്. പ്രിയമുള്ളവർ, അതോടുകൂടെ ജീവിതത്തിൽ പ്രയാസം ആരംഭിക്കുക. എത്ര ആളുകളാണ് ക്യാൻസർ വന്ന്, ട്യൂമർ വന്ന്, കിഡ്നി ഫെയിലറായി പ്രയാസത്തോടുകൂടെ ജീവിക്കുന്ന എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസമെല്ലാം ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, റബ്ബിനോട് പ്രാർത്ഥിക്കണം അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകാതിരിക്കാൻ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക് വതഹവ്വുലി ആഫിയതിക് വഫുജഅതി നിക്മതിക് വജമീഇ സഖ്തിക്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹിച്ച് നൽകിയ അനുഗ്രഹങ്ങൾ, മക്കൾ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ ആരോഗ്യം, എല്ലാം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ജോലി, എല്ലാം റബ്ബ് നമുക്ക് അനുഗ്രഹമായി തന്നു. അതൊന്നും നാഥ എന്നിൽ നിന്ന് നീക്കിക്കളയല്ല, എൻ്റെ ആരോഗ്യത്തെ നീ ഇല്ലാതാക്കി കളയല്ല. റബ്ബിനോട് പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്നവനെ റബ്ബിൻ്റെ സഹായം ലഭിക്കുകയുള്ളൂ. നാം പറയാറുണ്ട്, കരയുന്ന കുട്ടിക്കേ പാലുള്ളൂ എന്ന്. നാം എന്ത് ചോദിച്ചോ റബ്ബ് നമുക്ക് നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാഗ്ദാനം എന്താ? വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. നിങ്ങൾ എന്നോട് ചോദിച്ചോ, എത്ര ചോദിച്ചാലും റബ്ബിന് യാതൊരു മടുപ്പില്ല. നമ്മുടെ മനുഷ്യരുടെ കാര്യം എന്താ? ഒരാളൊരു 10 രൂപ ചോദിച്ചു, ഏറ്റവും അടുത്തൊരാളാണ്, അവനോട് ഞാനൊരു 10 രൂപ ചോദിച്ചു, അവൻ നല്ല സന്തോഷത്തോടു കൂടെ തരും. വീണ്ടും അവനോടൊരു 10 രൂപ ചോദിച്ചാൽ അവൻ വീണ്ടും എടുത്തു തരും. പിന്നീടും അവനോട് ആവർത്തിക്കുകയാണെങ്കിൽ ഈ ചോദിക്കുന്ന വ്യക്തിയോട് മടുപ്പുളവാകും. അതാണ് മനുഷ്യൻ്റെ മാനസിക സ്ഥിതി എന്നുള്ളത്. മനുഷ്യൻ്റെ മനസ്സങ്ങനെയാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. നിങ്ങൾ എന്നോട് ചോദിച്ചോ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. റബ്ബിനോട് പ്രാർത്ഥിക്കാതെ അഹങ്കാരത്തോടുകൂടെ നടക്കുന്ന ആളുകളുണ്ടോ? അവർക്ക് സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, നരകമാണ് അവർക്ക് സങ്കേതമായി ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുമ്പോൾ എന്താവശ്യമുണ്ടോ റബ്ബിനോട് ചോദിക്കുക. നമ്മുടെ ജീവിതത്തിൽ സമാധാനം ലഭിക്കാൻ, റബ്ബിൻ്റെ തൗഫീക്ക് ലഭിക്കാൻ പണ്ഡിതന്മാർ ഒരുപാട് കാര്യങ്ങൾ റബ്ബിൻ്റെ തൗഫീക്ക് ലഭിക്കുന്നതിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചകൻ്റെ തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഒട്ടനേകം കാര്യങ്ങൾ പണ്ഡിതന്മാർ എണ്ണിയെടുത്ത് ഒരു മനുഷ്യന് തൗഫീക്ക് ലഭിക്കാൻ ആദ്യമായി ഉണ്ടാകേണ്ടത് ഇഖ്ലാസാണ്. പ്രവാചകനെ പിൻപറ്റിയുള്ള ജീവിതമാണ്. ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റവും നല്ല ഇഖ്ലാസോടുകൂടെ റബ്ബിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മറ്റൊരാളുടെയും നല്ല വാക്കോ പ്രീതി വാക്കോ നാം ആഗ്രഹിക്കുന്നില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞതെന്താ? വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ഇഖ്ലാസോടുകൂടെ ഇബാദത്ത് എടുക്കാനാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്നത്. ആ രൂപത്തിലായിരിക്കണം നമ്മുടെ ഇബാദത്ത്. സൂറത്ത് ദഹ്റിലൂടെ നമുക്കേവർക്കും സുപരിചിതമായ 2-3 ആയത്തുകൾ, ഒരു മനുഷ്യൻ്റെ, ഒരു മുഅ്മിനിൻ്റെ മനസ്സ് വിശുദ്ധ ഖുർആൻ തുറന്ന് കാണിച്ചു തരികയാണ്. എന്താണ് പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വയുത്ഇമൂന അത്അമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുക, ഒരു വിശ്വാസി, ഒരു മുഅ്മിൻ, ഒരു പാവപ്പെട്ടവനും ഒരു യതീമിനും ഭക്ഷണം കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാ? ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ്, റബ്ബിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂരാ, ഒരു നന്ദി വാക്കവൻ ആഗ്രഹിക്കുന്നില്ല, ഒരു നല്ല സംസാരം എന്നെക്കുറിച്ച് അവർ പറയണമെന്നവൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ചെന്താ?
ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ. വരാനിരിക്കുന്ന ഭയാനകരമായൊരു ദിവസമുണ്ട്. ഭയാനകരമായൊരു ദിവസം എൻ്റെ ജീവിതത്തിലേക്ക് വരാനുണ്ട്. മനുഷ്യൻ്റെ തലക്ക് മീതെ സൂര്യനിങ്ങനെ കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന, മനുഷ്യനെ നരകത്തിൻ്റെ മുമ്പിലൂടെ കൊണ്ടുപോകുന്നൊരു ദിവസം വരുമ്പോൾ ഫമൻ സുഹ്സിഹ അനിന്നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ആ നരകത്തിൽ നിന്ന് തട്ടിത്തെറിപ്പിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിക്കണം. ഇതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ഈ മനുഷ്യൻ്റെ, ഒരു മുഅ്മിനിൻ്റെ അമലുകൾ സ്വീകരിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ ഓതി നമുക്ക് പഠിപ്പിച്ചു തന്ന 2 നിബന്ധനകളുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കുക. ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ ഈ 2 നിബന്ധനകൾ പാലിച്ചുകൊണ്ടാണോ ഇന്ന് ഞാൻ മഗ്രിബ് നമസ്കരിച്ചത്, ഇന്ന് ഞാൻ അസർ നമസ്കരിച്ചത്, ഇന്ന് ഞാൻ പാരായണം ചെയ്തത്? എത്രത്തോളം എന്നാൽ ഈ ക്ലാസ്സിൽ വന്ന് ഞാൻ ഇരിക്കുന്നത് പോലും ഈ 2 നിബന്ധനകൾ പാലിച്ചു കൊണ്ടാണോ എന്ന് ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ നാളെ പരലോകത്ത് റബ്ബിൻ്റെ മുമ്പിലേക്ക് ചെയ്ത അമലുകളുമായി, കിതാബുമായി റബ്ബിൻ്റെ മുമ്പിലെത്തി നിൽക്കുമ്പോൾ വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമൽ ഫജഅൽനാഹു ഹബാഅം മൻസൂറാ. കാറ്റിൽ പറത്തിയ ധൂളികളെപ്പോലെ മനുഷ്യൻ ചെയ്തു കൂട്ടിയ അമലുകളെല്ലാം അങ്ങ് പൊളിച്ചു കളയുന്നൊരവസ്ഥ വരും. അവനെ നരകത്തിലേക്ക് മാറ്റപ്പെടും. ആ ഒരവസ്ഥ ജീവിതത്തിൽ വരാതിരിക്കണമെങ്കിൽ ഈ 2 നിബന്ധനകൾ ഉണ്ടാകണം ഒരു വിശ്വാസിയുടെ അമൽ സ്വീകരിക്കാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ച് മുഹമ്മദുർ റസൂലയിൽ വിശ്വസിച്ച് ജീവിക്കുന്നൊരു മനുഷ്യൻ്റെ അമൽ സ്വീകരിക്കണമെങ്കിൽ ഒന്നാമത്തെ നിബന്ധന എന്താ? ഇഖ്ലാസോടുകൂടെയാകണം. പരിശുദ്ധമായ കർമ്മങ്ങൾ, നിഫാഖിൻ്റെയോ റിയാഇൻ്റെയോ ഒരു അംശം പോലും അതിൽ കലരരുത്. വിശുദ്ധ ഖുർആനിൽ ഖാലിസ് എന്ന വാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. പാലിനെ കുറിച്ച് പറഞ്ഞിടത്താണ് വിശുദ്ധ ഖുർആനിൽ ഖാലിസ് എന്ന വാക്ക് പ്രയോഗിക്കുന്നത്. എത്ര മനോഹരമായ പാല്, പരിശുദ്ധമായ പാല്. വഇന്നലക്കും ഫിൽ അൻആമി ലഇബ്റ നുസ്ഖീകും മിമ്മാ ഫീ ബുതൂനി മിൻ ബൈനി ഫറസിൻ വദമിൻ ലബനൻ ഖാലിസൻ സായിഗൻ ലിശ്ശാരിബീൻ. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, വഇന്നലക്കും ഫിൽ അൻആമി ലഇബ്റ, കന്നുകാലികളിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. നുസ്ഖീകും മിമ്മാ ഫീ ബുതൂനിഹി, അവരുടെ വയറുകളിൽ നിന്ന് ഞാൻ നിങ്ങളെ കുടിപ്പിക്കുന്നു. എത്ര മനോഹരമാണ്! ആ പാല് പുറത്തു വരുന്നത് എങ്ങനെ അറിയോ? മിൻ ബൈനി ഫറസിൻ വദമിൻ, ചാണകത്തിൻ്റെയും രക്തത്തിൻ്റെയും ഇടയിലൂടെ വരുന്ന പരിശുദ്ധമായ പാല്, തൂവെള്ള നിറത്തിലുള്ള പാല്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആ പാലിനെ കുറിച്ച് പറയുമ്പോഴാണ് റബ്ബ് ഖാലിസൻ, പരിശുദ്ധമായത് എന്നുപയോഗിച്ചത്. ആ പുറത്ത് വന്ന പാലിൽ രക്തത്തിൻ്റെയോ ചാണകത്തിൻ്റെയോ എന്തെങ്കിലും ഒരംശം, അത് നിറമാകട്ടെ മണമാകട്ടെ, എന്തെങ്കിലും അതിൽ കലർന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നാം ഉപയോഗിക്കൂല. നാം അത് മാറ്റിവെക്കും, നാം അതില്ലാതാക്കി കളയും. അതുപോലെ തന്നെ ദുനിയാവിലൊരു മനുഷ്യന് റബ്ബ് നൽകിയ ആയുസ്സിൻ്റെ ഇടക്ക് അവൻ ചെയ്തു കൂട്ടുന്ന അമലുകളിൽ നിഫാഖിൻ്റെയോ റിയാഇൻ്റെയോ എന്തെങ്കിലും ഒരംശം കലർന്നിട്ടുണ്ടെങ്കിൽ നാളെ റബ്ബ് സ്വീകരിക്കൂല. എല്ലാം അവിടെ നിന്ന് ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ, കാറ്റിൽ പറത്തിയ ധൂളികളെപ്പോലെ ഇല്ലാതാക്കി കളയും. അതാണ് പണ്ടൊരു കവി പാടിയതായി കാണാൻ സാധിക്കും. ഇദാ ലം യകുൻ ലില്ലാഹി ഫിഅലുക ഖാലിസാ ഫകുല്ലു ബിനാഇൻ ഖദ് ബനൈത ഖറാബു. ഇഖ്ലാസ് ഇല്ലാത്തവന് പടുത്തുയർത്തുന്ന കർമ്മങ്ങളുണ്ടല്ലോ, അത് എത്ര നല്ല കർമ്മമാണ്. നോമ്പാണെങ്കിലും നമസ്കാരമാണെങ്കിലും എന്ത് സൽക്കർമ്മമാണെങ്കിലും ഇഖ്ലാസ് ഇല്ലാത്തവൻ ജീവിതത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾ, അദ്ദേഹം പറയുന്നുണ്ട് ഫകുല്ലു ബിനാഇൻ ഖദ് ബനൈത ഖറാബു, എല്ലാം ധൂളിയെപ്പോലെ ഖറാബായി ഇല്ലാതായി പോകുന്നൊരവസ്ഥ വരും. ഒന്നും റബ്ബ് സ്വീകരിക്കൂല. അതുകൊണ്ട് ആദ്യമായി ചെയ്യുന്ന കർമ്മങ്ങൾ ഇഖ്ലാസോടുകൂടെ റബ്ബിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചു. ഒരാളും എന്നെക്കുറിച്ച് നല്ലത് പറയണ്ട. ഞാനിന്ന് സുബഹിക്ക് പള്ളിയിൽ വന്നില്ലെങ്കിൽ നാട്ടുകാരനോട് ചോദിക്കോ, എൻ്റെ കൂട്ടുകാരനോട് ചോദിക്കോ, എന്നും പള്ളിയിൽ വരുന്ന ആളാണല്ലോ, ഇന്ന് നീ എന്തുകൊണ്ട് വന്നില്ല എന്ന് ജനങ്ങൾ എന്നോട് ചോദിക്കുമെന്ന് വിചാരിച്ച് സുബഹിക്ക് വന്നാൽ
ആ നമസ്കാരം റബ്ബിന് വേണ്ട. അത്രയും ഗൗരവമാണ് കാര്യം. എല്ലാവരും ഖുർആൻ എടുത്ത് പാരായണം ചെയ്യുക. റമദാൻ മാസം നമുക്ക് കാണാൻ സാധിക്കും, പള്ളിയിലേക്ക് വന്നാൽ നമസ്കാരം തുടങ്ങുന്നതിൻ്റെ മുമ്പിൽ അധികം ആളുകളും ഖുർആൻ എടുത്ത് പാരായണം ചെയ്യും. അൽഹംദുലില്ലാ. എന്നാൽ അത് കണ്ടൊരാൾ പള്ളിയിലേക്ക് കയറി വന്നു, വുളുവെടുത്ത് വന്നു, അവൻ സുന്നത്ത് നമസ്കരിച്ചു. അങ്ങനെ എല്ലാവരും ഖുർആൻ എടുത്ത് പാരായണം ചെയ്യുന്നുണ്ട്. ഞാനിനി ഖുർആൻ എടുക്കാതിരുന്നാൽ ആളുകൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് അവൻ ഖുർആൻ എടുത്ത് പാരായണം ചെയ്താൽ അത് റബ്ബ് സ്വീകരിക്കൂല. റബ്ബിന് വേണ്ട അവൻ്റെ കർമ്മങ്ങൾ എന്ന് ഗൗരവത്തോടുകൂടെ നാം മനസ്സിലാക്കണം. മസീഹുദ് ദജ്ജാലിൻ്റെ ഫിത്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുചരന്മാർക്ക് ഗൗരവത്തോടുകൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി അഖാഫു മാ അഖ്വഫു അലൈക്കും മിൻ ഫിത്നതി മസീഹുദ് ദജ്ജാൽ. മസീഹുദ് ദജ്ജാലിൻ്റെ ഫിത്നയെക്കാളും നിങ്ങളിൽ ഞാൻ ഭയക്കുന്നൊരു കാര്യത്തെ പറഞ്ഞു തരട്ടെയോ എന്ന് സ്വഹാബത്തിനോട് ചോദിച്ചപ്പോൾ പ്രവാചകന്റെ നാവിൽ നിന്ന് ഉതിർന്നു വീഴുന്ന ഓരോ കാര്യങ്ങളെയും തൻ്റെ മാലയുടെ മുത്തുകളുടെ മണികളിലേക്ക് കോർത്തു വെക്കാൻ കാതോർത്തിരിക്കുന്ന സ്വഹാബത്ത് പറഞ്ഞു, ഖാലു ബലാ യാ റസൂലല്ലാഹ്. അതേ പ്രവാചകരെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി. ആരോ അവനെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വിചാരിച്ചില്ല, യുസയ്യിന സ്വലാത്തഹു, അവൻ്റെ നമസ്കാരത്തെ അവനൊന്ന് നന്നാക്കി. ആരോ അവനെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ബോധ്യം വന്നപ്പോൾ അവൻ നമസ്കാരത്തിൽ ഒരു ഖുശൂ കൊണ്ടുവരാൻ അവൻ തീരുമാനിച്ചു. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്കുൽ അസ്ഗർ, അശ്ശിർക്കുൽ അസ്ഗർ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മസീഹുദ് ദജ്ജാലിൻ്റെ ഫിത്നയെക്കാളും ഈ ഉമ്മത്തിൽ ഞാൻ ഭയക്കുന്ന കാര്യമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് ചെയ്യുന്ന അമലുകൾ മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് പറഞ്ഞെടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. മനുഷ്യന് മരണവും ജനനവും എന്തിനു വേണ്ടിയാണ് കൊണ്ടുവന്നത്? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ, നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല സുഹൃതങ്ങൾ ചെയ്യുന്നതെന്ന് നോക്കാനാ. ഏറ്റവും നല്ല സുഹൃതം ആരാണ് നിർവഹിക്കുന്നത്? കുറേ ചെയ്യുക എന്നാൽ അക്സറു അമല, ഒരുപാട് പ്രവർത്തിക്കുന്നത് ആരാ എന്ന പരീക്ഷണമല്ല. അഹ്സനു അമല, പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഈ അഹ്സനു അമല എന്നുള്ളതിനെ വിശദീകരിക്കുന്നിടത്ത് നമുക്ക് കാണാൻ സാധിക്കും, അഖ്ലസഹു വ അസ്വബഹു, ഏറ്റവും ഇഖ്ലാസോടുകൂടെ, ഏറ്റവും ഇഖ്ലാസോടുകൂടെ. അസ്വബഹു, രണ്ടാമതായി ഒരു മനുഷ്യൻ്റെ അമൽ സ്വീകരിക്കണമെങ്കിൽ ഉണ്ടാകേണ്ടത് എന്താ? ഇത്തിബാഉർ റസൂൽ, ഏറ്റവും ശരിയായ കർമ്മങ്ങൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ ഒരു മനുഷ്യന് രാവിലെ എഴുന്നേറ്റത് മുതൽ വൈകുന്നേരം അവൻ്റെ കിടക്കയിലേക്ക് എത്തുന്നത് വരേക്കുമുള്ള എല്ലാ കാര്യങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി ചെയ്ത് കാണിച്ചു തന്നു. കേവലം സംസാരത്തിൽ ഒതുക്കിയതല്ല, ചെയ്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നു. അത് തുറന്ന പുസ്തകം പോലെ നമ്മുടെ കൈകളിൽ ലഭ്യമാണ്. മാ മിൻ ഷൈഇൻ യുഖർരിബുകും മിനൽ ജന്നതി ഇല്ലാ വഖദ് ഹദ്ദസ്തുകും ബിഹി വമാ മിൻ ഷൈഇൻ യുബ്ഇദുകും അനിൻ നാരി ഇല്ലാ വഖദ് ഹദ്ദസ്തുകും ബിഹി. സ്വർഗ്ഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് മോചനം ലഭിക്കാനുള്ള എല്ലാ കാര്യങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നു. ആ കാര്യങ്ങൾ ജീവിതത്തിൽ നിർവഹിച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുന്ന സ്വർഗത്തിൽ സ്വഹാബത്തിൻ്റെ കൂടെ, താബിഈകളുടെ കൂടെ, പ്രവാചകന്മാരുടെ കൂടെ എത്തിപ്പെടാൻ നമുക്ക് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചതുപോലെ നമസ്കരിക്കാൻ നാം ശ്രമിക്കണം. പ്രവാചകൻ നമസ്കരിച്ച് കാണിച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു, സൊല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നമസ്കരിച്ചതുപോലെ നിങ്ങൾ നമസ്കരിക്കണം. ഹജ്ജ് ചെയ്ത് കാണിച്ചു തന്നു. പ്രവാചകൻ പറഞ്ഞു, ഖുദൂ അന്നി മനാസികുക്കും, അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ എന്നിൽ നിന്നെടുക്കണം, ഞാൻ ചെയ്ത പോലെ നിങ്ങൾ നിർവഹിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു. പ്രവാചകൻ പഠിപ്പിക്കാത്തൊന്നും നമുക്ക് വേണ്ട. അത് നമസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും. ബറാത്ത് നോമ്പ് അനുഷ്ഠിച്ച ഒരുപാട് ആളുകൾ നമ്മുടെ സമുദായത്തിലുണ്ട്, നമ്മുടെ കൂട്ടുകാരിലുണ്ട്, നമ്മുടെ നാട്ടുകാരിലുണ്ട്. പ്രിയമുള്ളവരെ, ആലോചിക്കണം അതിൻ്റെ ഗൗരവം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ല. പ്രവാചകൻ്റെ ഒരു ചര്യ പോലും സ്വഹീഹായി സ്ഥിരപ്പെട്ട് വന്നത്
അതിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് പഠിപ്പിക്കുകയോ സ്വഹാബത്ത് അവരുടെ ജീവിതത്തിൽ ഭാഗമാക്കിയോ ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കില്ല. എന്നാൽ നല്ലതല്ലേ എന്ന് വിചാരിച്ച് ചെയ്താൽ അത് നാളെ പരലോകത്ത് നരകം ലഭിക്കാൻ കാരണമാകുന്ന ഒരു കാര്യമായി കർമ്മമായി തീരുമെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ഉമ്മതി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബാ. എൻ്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാവരും നാളെ സ്വർഗത്തിൽ പ്രവേശിക്കും. നിർത്തിയില്ല, ഇല്ലാ മൻ അബാ, വിസമ്മതിച്ചവനൊഴികെ. സ്വഹാബിമാർ ചോദിക്കുന്നുണ്ട്, ഖാലൂ മൻ അബായ റസൂലല്ലാഹ്, നബിയെ വിസമ്മതിച്ചവരാരാ? പ്രവാചകൻ പറയുന്നുണ്ട്, മൻ അത്വാഅനി ദഖലൽ ജന്ന. ഞാൻ ചെയ്തത് അതേപോലെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി, ഞാൻ പഠിപ്പിച്ച ഓരോ കാര്യങ്ങളും ജീവിതത്തിൻ്റെ ഭാഗമാക്കി അനുഷ്ഠിച്ച് ജീവിച്ചവരാരുണ്ടോ അവനാണ് നാളെ സ്വർഗത്തിലെത്തുന്നത്. എന്നാലോ വമൻ അസ്വാനി ഫഖദ് അബാ, ഞാൻ പറഞ്ഞതിന് വിപരീതമായി എന്നെ ധിക്കരിച്ചതുകൊണ്ട് ഞാൻ പഠിപ്പിച്ചൊരു സ്വലാത്ത് അവിടെ ഉണ്ടായിട്ടും ഞാൻ പഠിപ്പിക്കാത്ത സ്വലാത്ത് ചൊല്ലുമ്പോൾ, ഞാൻ പഠിപ്പിച്ച ഒരുപാട് സുന്നത്ത് നോമ്പുകൾ ജീവിതത്തിൽ ചെയ്യാനുണ്ടായിട്ടും അതല്ലാത്ത പലതും ജീവിതത്തിൽ കൊണ്ടുവന്ന്, നമസ്കാരം കൊണ്ടുവന്ന്, അങ്ങനെ പ്രവാചകൻ പഠിപ്പിക്കാത്ത മാർഗേണ സഞ്ചരിക്കുന്നവരാണ് നാളെ നരകത്തിലെത്തിപ്പെടുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുമ്പോൾ, ജീവിതത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾ റബ്ബിൻ്റെ തൗഫീക്ക് നമുക്ക് ലഭിക്കണമെങ്കിൽ ഇഖ്ലാസോടുകൂടെ പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിൽ കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കേണ്ടതുണ്ട്. ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും, റബ്ബിൻ്റെ തൗഫീക്കില്ലെങ്കിൽ നന്മകളിൽ നിന്ന് അവന് തടയപ്പെടും, തിന്മകളിലേക്കായിരിക്കും അവൻ്റെ ചായ്വ്. അവസരങ്ങൾ മുന്നിൽ വന്ന് കിട്ടിയിട്ടും ചില ആളുകളെക്കുറിച്ച് നാം പറയാറുണ്ട്, ഒരുപാട് സമ്പത്തുണ്ടവന്, ലോകത്തവൻ സഞ്ചരിക്കാത്ത നാടുകളില്ല, പല രാജ്യങ്ങളിലും അവൻ കച്ചവട ആവശ്യങ്ങൾക്ക് പോയിട്ടുണ്ട്, ഒരുപാട് സമ്പത്തുണ്ടായിട്ടും ഇന്നേ വരേക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടുകൂടെ പഠിപ്പിച്ച ആ ഹജ്ജൊന്ന് നിർവഹിക്കാൻ, ഉംറയൊന്ന് നിർവഹിക്കാൻ, ആ കഅബയുടെ അടുത്തൊന്ന് ചെല്ലാൻ അവന് അവസരം ലഭിച്ചിട്ടില്ല. റബ്ബിൻ്റെ തൗഫീക്കില്ലായ്മയാ, റബ്ബ് അവനെ സഹായിക്കാത്തതിൻ്റെ കുറവാണെന്ന് അവന് തിരിച്ചറിയേണ്ടതുണ്ട്. തൊട്ടടുത്ത് പള്ളിയുണ്ടായിട്ടും ആ പള്ളിയിലേക്കൊന്ന് ചെല്ലാൻ നമുക്ക് സാധിക്കുന്നില്ല. ഒന്നും വേണ്ട, ഈ ഒരു ക്ലാസ് ഇവിടെ നടക്കുന്നു, ഈ മലപ്പുറം മങ്ങാടിയിൽ എത്ര ആളുകളുണ്ട് മുസ്ലിമീങ്ങളായി ജീവിക്കുന്ന എത്ര ആളുകളുണ്ട്, എത്ര ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന തൗഹീദ് അംഗീകരിച്ച് യഥാർത്ഥ തൗഹീദിൻ്റെ ആളുകളായി ജീവിക്കുന്ന എത്ര ആളുകളുണ്ട്. ഈ ക്ലാസ്സിലേക്ക് വരാൻ സാധിച്ചോ? ഒരിക്കലുമില്ല. റബ്ബിൻ്റെ തൗഫീഖ് അള്ളാഹുവിനോട് എത്ര ശുക്ർ പറഞ്ഞാലും മതി വരില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തൗഫീഖ് നമുക്ക് സദാ വർഷിപ്പിച്ച് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, രണ്ടാമതായി ഒരു മനുഷ്യന് തൗഫീഖ് ലഭിക്കാനുണ്ടാകേണ്ടത് അവൻ്റെ തൗഹീദ് കൃത്യമായിരിക്കണം. കലർപ്പില്ലാത്ത തൗഹീദ് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം. യാതൊരുവിധ കോട്ടവുമില്ലാത്ത, യാതൊരുവിധ കലർപ്പുമില്ലാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ആ തൗഹീദ് അത് ജീവിതത്തിലുണ്ടാകണം. അതാണ് അടിത്തറ. ഒരു വീട് നാം ഉണ്ടാക്കുമ്പോൾ, ഒരു കെട്ടിടം നാം നിർമ്മിക്കുമ്പോൾ ആദ്യം നാം ശ്രദ്ധിക്കുന്ന കാര്യം എന്താ? അതിൻ്റെ അടിത്തറ ശരിയായിട്ടുണ്ടോ? അതിൻ്റെ ഫൗണ്ടേഷൻ, അതിൻ്റെ ബേസ് ശരിയായിട്ടുണ്ടോ? അത് ശരിയായിട്ടുണ്ടെങ്കിലേ, അതിന് ബലക്കുറവുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് പടുത്തുയർത്തുന്ന ഓരോ പടവുകളും അത് ബലഹീനമായി കൊണ്ടിരിക്കും. അതിന് ബലമുണ്ടാകണമെങ്കിൽ നാം കെട്ടിയുണ്ടാക്കുന്ന അടിത്തറ അത് സേഫായിരിക്കണം, അത് കനമുള്ളതായിരിക്കണം, ഉറപ്പുള്ളതായിരിക്കണം. ജീവിതത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സമുദായത്തിന് ആദ്യമായി പഠിപ്പിച്ച കാര്യമെന്താ? തൗഹീദാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം പരിശോധിക്കുമ്പോൾ, വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിലൂടെ നാം കണ്ണോടിക്കുമ്പോൾ, ആദ്യം പ്രവാചകൻ അവതരിപ്പിക്കപ്പെട്ട ആയത്തുകളെല്ലാം ലോകത്തിൻ്റെ സട്ടാവിനെ പരിചയപ്പെടുത്തുന്ന, പരലോക ജീവിതത്തെക്കുറിച്ച് പഠിപ്പിച്ചു തരുന്ന, ഒരു മനുഷ്യൻ്റെ തൗഹീദിന് അടിയുറച്ച് നിർത്താൻ സാധ്യമാകുന്ന കാര്യങ്ങളാണ് ആദ്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പിന്നീടാണ് പ്രവാചകൻ അവർക്ക് നമസ്കാരം, നോമ്പ്, സകാത്ത് ഇങ്ങനെ തുടങ്ങിയ എല്ലാ കർമ്മങ്ങളും
അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത് എന്ന് ഖുർആനിലൂടെ സഞ്ചരിക്കുമ്പോൾ, പ്രവാചകന്റെ ഹദീസിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. കാരണം എന്താ? അവൻ ചെയ്ത് കൂട്ടുന്ന കർമ്മങ്ങളുടെ എല്ലാം അടിസ്ഥാനം അവൻ്റെ തൗഹീദ. ഒരുപാട് കാലമായി തൗഹീദ് എന്താണെന്ന് മനസ്സിലാക്കാനും അത് അടിയുറച്ച് ജീവിക്കാനും അവസരം ലഭിച്ചവരാണ് നമ്മൾ. മരിക്കുന്നത് വരേക്കും അതിലടിയുറച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. സർവശക്തൻ അതിലുള്ള തൗഫീക്ക് നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും, സൂറത്തുൽ മറിയം 65-ാം വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, റബ്ബുസ് സമാവാതി വൽ അർദി വമാ ബൈനഹുമാ ഫഅബ്ദുഹു വസ്തബിർ ലിഇബാദതി ഹൽ തഅലമു ലഹു സമീയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദ് എന്താണെന്ന് പഠിപ്പിക്കുകയാ. റബ്ബുസ് സമാവാതി വൽ അർദി വമാ ബൈനഹുമാ, ആകാശഭൂമികളുടെ അതിനിടയിലുള്ളതിൻ്റെയും സട്ടാവാണ്, രക്ഷിതാവാണവൻ. ഫഅബ്ദുഹു വസ്തബിർ ലിഇബാദതി ഹൽ തഅലമു ലഹു സമീയാ. അവനോടാണ് ആരാധിക്കേണ്ടത്, അവനോടാണ് പ്രാർത്ഥന വഴിപാടുകൾ മുഴുവൻ, ആ സട്ടാവിനോടാണ്. ഹൽ തഅലമു ലഹു സമീയാ, അവന് സമാനമായ നാമമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ചോദ്യമാണ്. പ്രാർത്ഥന റബ്ബിനോട് മാത്രം. പണ്ഡിതന്മാർ തൗഹീദിനെ 3ആയി വിഭജിക്കുന്നതായി കാണാൻ സാധിക്കും. ഒരിക്കലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ വന്ന് ഏതെങ്കിലും പണ്ഡിതന്മാർ കടന്നു വന്നിട്ടല്ല ഈ തൗഹീദിനെ വിഭജിക്കുന്നത്. വിശുദ്ധ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ വിശുദ്ധ ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള തൗഹീദിൻ്റെ ആയത്തുകളെയും ഹദീസിനെയും നാം പരിശോധിക്കുമ്പോൾ ഈ 3-ലേതെങ്കിലും ഒരിനത്തിൽ നമുക്ക് ചേർക്കാൻ സാധിക്കും. ഒന്നാമതായി തൗഹീദുർ റുബൂബിയ്യ, റുബൂബിയ്യത്തിലുള്ള വിശ്വാസം. ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, ഈ ലോകത്തിൻ്റെ നിയന്ത്രണം മുഴുവൻ ഖാലിഖായ മുദബ്ബിറായ ലോകത്തിൻ്റെ സട്ടാവിൻ്റെ കൈകളിലാണെന്ന വിശ്വാസമാണ്. എന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, ഈ ഭൂലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച് അതിനെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖലഖഹു സുമ്മ ഹദാ, എല്ലാത്തിനെയും സൃഷ്ടിക്കുകയും അതിന് വഴി കാണിച്ചു കൊടുത്തു. പശുക്കിടാവ് പുറത്തേക്ക് വന്ന, പശുവിൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്ത് വന്ന പശുക്കിടാവിന് പശുവിൻ്റെ അകിടിൽ പോയി പാല് കുടിക്കണമെന്ന് ബോധനം കൊടുത്തത് ആരാണ് അവർക്ക് പറഞ്ഞു കൊടുത്തത്? ഇത്രയും ഒരു മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ അവനുണ്ടാക്കാൻ സാധിക്കാത്ത അത്രക്കും സുന്ദരമായ രൂപത്തിൽ തേനീച്ച അതിൻ്റെ കൂട് കൂട്ടുന്നതിന് അതിന് ബോധനം കൊടുത്തത് ആരാ പഠിപ്പിച്ചു കൊടുത്തത്? കോഴിയുണ്ടല്ലോ, നമ്മുടെ വീട്ടിലെല്ലാം കോഴിയുണ്ട്. ആ കോഴിക്ക് എവിടെ നിന്ന് ഭക്ഷണം കഴിക്കണം, ഏതെല്ലാം ഭക്ഷണം കഴിക്കണം, രാത്രി സമയമായാൽ അതിൻ്റെ കൂടിൽ വന്നണയണമെന്ന് പഠിപ്പിച്ചു കൊടുത്തതാരാ? ബോധനം നൽകിയതാരാ? ലോകത്തിൻ്റെ സട്ടാവതാണ്. റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖലഖഹു സുമ്മ ഹദാ. കേവലം അവനെ സൃഷ്ടിച്ചു വിട്ടു എന്നതല്ല, കൃത്യമായി വഴി കാണിച്ചു. മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം കൃത്യമായി വഴി കാണിച്ചതെന്ന്. ഫഹദൈനാഹു നജ്ദൈൻ, 2 മാർഗങ്ങൾ. ഈ മാർഗേണ നീ സഞ്ചരിച്ചാൽ നിനക്ക് അവസാനം എത്തിപ്പെടാനുള്ളത് സുഖാനുഭൂതികളുടെ സ്വർഗമാണ്. എന്നാൽ അതിൽ നിന്ന് വ്യതിരിച്ച് ഈ ഒരു മാർഗേണയാണ് നീ സഞ്ചരിക്കുന്നതെങ്കിൽ നിന്റെ പര്യവസാനം നരകത്തിലായിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നു. അതാണ് ലോകത്തിൻ്റെ സട്ടാവിൻ്റെ കാരുണ്യം. അതുകൊണ്ട് വിശ്വാസം ഉണ്ടാകണം. എന്നെ സൃഷ്ടിക്കുന്നൊരു റബ്ബുണ്ട്, അതിലൊരാൾക്കും പങ്കില്ല. മുദബ്ബിറുൽ ആലം, ലോകത്തിൻ്റെ സട്ടാവ് അല്ലാഹ്, അത് അവൻ ഒരാൾ മാത്രമാണ്. അല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദ്. നമ്മുടെ പ്രഖ്യാപനം എന്താ? അവൻ ഏകന, അവന് സമന്മാരായി യാതൊരാളുമില്ല. രണ്ടാമതായി ഉണ്ടാകേണ്ടത് തൗഹീദുൽ ഉലൂഹിയ്യ, പ്രാർത്ഥന റബ്ബിനോട് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ബഖറയിലൂടെ മനുഷ്യരാശിയെ മുഴുവൻ വിളിച്ചുകൊണ്ട് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച്, ഭൂലോകത്തിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച്, യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖ, യാ അയ്യുഹന്നാസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ അയ്യുഹന്നാസ്, ലോകത്തുള്ള മനുഷ്യരെ മുഴുവൻ വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്ത് പറയുകയാ, യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും, നിന്നെ സൃഷ്ടിച്ചവനായ
നിന്റെ കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബിനെ നീ വിളിച്ചു പ്രാർത്ഥിക്കണം. ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിർത്തിയില്ല. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശാ വസ്സമാഅ ബിനാആ. ഈ ഭൂമിയെ നിനക്കൊരു വിരിപ്പാക്കി തന്നു, എല്ലാ കാര്യങ്ങളും സംവിധാനിച്ചു തന്നു. ആ റബ്ബിനെ നീ വിളിച്ച് പ്രാർത്ഥിക്കണം. തുടർന്ന് റബ്ബ് പറയുന്നുണ്ട്, ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദാ. ആ റബ്ബിൽ ഒരിക്കലും മറ്റുള്ളവരെ നീ പങ്കു ചേർക്കല്ല. ആ റബ്ബിന് സമന്മാരായി മറ്റൊരുവനെ നീ കൊണ്ടുവരല്ല. റബ്ബിനെ പോലെ ഒരാളുമില്ല. അല്ലാഹുവിനെ പോലെ കഴിയുന്നവൻ, കേൾക്കുന്നവൻ, കാണുന്നവൻ ഒരാളുമില്ല. റബ്ബ് മാത്രം. അതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവനുണ്ടാകേണ്ടത്. ഹുവ ഇഫ്റാദുല്ലാഹി ബിൽ ഇബാദ. പ്രാർത്ഥന കാര്യങ്ങൾ സമർപ്പിക്കാൻ റബ്ബ് മാത്രമെന്ന വിശ്വാസമാണ് നമുക്കുണ്ടാകേണ്ടത്. മൂന്നാമതായി തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. റബ്ബിൻ്റെ നാമഗുണവിശേഷണങ്ങൾ. ഒരുപാട് കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. പ്രവാചകന്റെ തിരുസുന്നത്തിലുണ്ട് 99ഓളം നാമങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചു തന്നു. അതെല്ലാം റബ്ബിന് മാത്രമുള്ളതാണ്. ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവസ് സമീഉൽ ബസീർ. അവനെപ്പോലെ ഒരാളുമില്ല, ഒരാളുമില്ല. അവനെപ്പോലെ കാണുന്നവനോ കേൾക്കുന്നവനോ നിയന്ത്രിക്കുന്നവനോ എല്ലാത്തിനും കഴിവുന്നവനായി യാതൊരുവനുമില്ല എന്ന ബോധ്യമാണ്, വിശ്വാസമാണ് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ ആ ഒരു തൗഹീദിൽ ഒരിക്കലും വ്യതിചലനം ഉണ്ടാകരുത്. റബ്ബിൻ്റെ അവയവങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നുണ്ട്. പല ആളുകളും മുഅ്തസിലിയാക്കൾ, ഖവാരിജുകൾ, ഖദരിയാക്കൾ, ഇങ്ങനെ തുടങ്ങി ലോകത്ത് പല വ്യതിചലന കക്ഷികളും അഹ്ലുസുന്നയിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുണ്ട്. നാം മനസ്സിലാക്കണം, യഥാർത്ഥ തൗഹീദിൽ നിന്ന് തെറ്റിപ്പോയവരാണവർ. റബ്ബിന് കൈയുണ്ടെന്ന്, കരങ്ങളുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വസ്സമാവാതു മത്വിയാതും ബിയമീനി. നാളെ അന്ത്യനാളിൽ ആകാശഭൂമികളെ റബ്ബ് തൻ്റെ വലത് കൈയിൽ ചുരുട്ടിപ്പിടിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. മുഅ്തസിലിയാക്കൾ പറഞ്ഞു, റബ്ബിന് കൈയുണ്ടെന്ന് പറഞ്ഞാൽ, റബ്ബ് കേൾക്കുമെന്ന് പറഞ്ഞാൽ, റബ്ബ് കാണുമെന്ന് പറഞ്ഞാൽ അത് മനുഷ്യനോട് സദൃശ്യം വരും. റബ്ബിൻ്റെ കൈ അത് മനുഷ്യൻ്റെ കൈ പോലെ സദൃശ്യം തോന്നും. റബ്ബ് കേൾക്കുമെന്ന് പറഞ്ഞാൽ മനുഷ്യൻ കേൾക്കുന്നത് പോലെ എന്ന് തോന്നും. അതുകൊണ്ട് അതിനെയെല്ലാം ഇല്ലായ്മയിലേക്ക് എത്തിച്ചു. റബ്ബിന് കൈയില്ല, റബ്ബിന് കേൾവിയില്ല, കാഴ്ചയില്ല എന്ന റബ്ബിൻ്റെ സിഫത്തുകളെ മുഴുവൻ നിഷേധിക്കുന്നിടത്തേക്ക് മുഅ്തസിലിയാക്കൾ എത്തിയിട്ടുണ്ട്. അതാണ് അവർ തൗഹീദിൽ നിന്ന് വ്യതിചലിച്ച് പോകാനുണ്ടായ മുഖ്യമായ കാരണം. എന്നാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എവിടെ നിൽക്കുന്നു? യഥാർത്ഥ തൗഹീദ് എന്താ? റബ്ബിന് കൈയുണ്ടെന്ന് പറയുമ്പോൾ, റബ്ബിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരിക്കലും ഒരു രൂപത്തെയോ ഒരു ഭാവനയെയോ നമ്മൾ കൊണ്ടുവരരുത്. റബ്ബിൻ്റെ കൈ ബിമാ യലീഖു ബിഹി, റബ്ബിന് യോജിച്ച രൂപത്തിൽ. ഒരു ഉദാഹരണം മാത്രം പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത് ഞാൻ സൂചിപ്പിക്കുകയാണ്. നാം ഉപയോഗിക്കുന്ന കസേര. ഒരാൾ കസേരയുടെ കാലെന്ന് പറയുമ്പോൾ നമുക്ക് മനുഷ്യൻ്റെ കാൽ ഓർമ്മ വരും. കസേരയുടെ കാലെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ കാല് നമുക്ക് ഓർമ്മ വരില്ല. കാരണം നാം അതിനെ കണ്ടതാണ്. ഒരിക്കലും മനുഷ്യൻ്റെ കാലിനോട് സദൃശ്യമില്ലാത്ത ഒന്നാണ്. അത്രയുള്ളൂ നാം മനസ്സിലാക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ 23 വർഷക്കാലത്തെ പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ സ്വഹാബത്തിന് ലോകത്തിൻ്റെ സട്ടാവിനെ കുറിച്ച് എന്ത് മാത്രമാണോ പഠിപ്പിച്ചു കൊടുത്തത്, പ്രവാചകൻ പറഞ്ഞു കൊടുത്തത് മാത്രമേ നമുക്കറിയുള്ളൂ. റബ്ബിന് അവയവമുണ്ട്, റബ്ബിന് കാലുണ്ട്, റബ്ബിന് കൈയുണ്ട്. അത് ഏത് രൂപത്തിൽ? റബ്ബിന് യോജിച്ച രൂപത്തിൽ. നമുക്കറിയില്ല. അതിന് ഭാവന നാം ചിന്തിക്കേണ്ടതില്ല, അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതില്ല. അതെല്ലാം റബ്ബിന് മാത്രം അറിയുന്ന കാര്യമാണ്. ആ ഒരു വിശ്വാസമാണ് യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആളുകൾ എന്ന നിലക്ക് നമുക്കുണ്ടാകേണ്ടത്. റബ്ബ് അർശിലിരിക്കുന്നു. റഹ്മാനു അലൽ അർശി ഇസ്തവ എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ റബ്ബ് ഏത് രൂപത്തിലാണ് ഇരിക്കുന്നത്, അതിൻ്റെ കൈഫിയത്ത്, രൂപം എങ്ങനെയാണ്, അത് ഏത് രൂപത്തിലായിരിക്കും, ആ ഇരിപ്പിടം എങ്ങനെയാണ്, ഒന്നും നാം ചിന്തിക്കേണ്ടതില്ല. ആ കാര്യങ്ങളിൽ ചിന്തിച്ചു കൊണ്ട് നമുക്ക് കൂടുതൽ എവിടെയും എത്തിപ്പെടാനുമില്ല. പ്രവാചകൻ പറഞ്ഞു തന്നു. സ്വഹാബത്തതല്ലേ, പ്രവാചകൻ ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ അതുപോലെ ജീവിതത്തിൽ
പിന്നീട് പ്രവാചകനോട് വീണ്ടും കുത്തി ഓരോ കാര്യങ്ങളും ചോദിച്ചിരുന്നില്ല സ്വഹാബത്ത്, ചോദിച്ചിരുന്നു. ആരാണ് ചോദിച്ചിരുന്നത്? അന്നത്തെ മുനാഫിക്കുകൾ, അന്നത്തെ മുശ്രിക്കുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പലതും കുത്തി പ്രവാചകനോട് ചോദിക്കാറുണ്ടായിരുന്നു. ഒരിക്കലും ആ ഒരു കൂട്ടത്തിൽ നാം ഉൾപ്പെടാൻ പാടില്ല. ജീവിതത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അതേ രൂപത്തിൽ തൗഹീദിനെ മുറുകെ പിടിച്ച് ആ പാതയിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കും. റബ്ബിനോട് പ്രാർത്ഥിക്കണം നിരന്തരം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന നാഥാ, നിന്റെ ദീനിൽ എന്നെ അടിയുറച്ച് നിർത്തേണമേ എന്ന് റബ്ബിനോട് നിരന്തരം പ്രാർത്ഥിക്കണം. ഏത് സമയത്തും വ്യതിലിച്ചു പോകാം. ഒരു കറുത്ത പാറയുടെ മുകളിലേക്ക് ഒരു കറുത്തൊരു ചെറിയ ഉറുമ്പ് അതിൻ്റെ മുകളിലേക്ക് അരിച്ച് കയറുന്ന അതേ ലാഘവത്തോടുകൂടെ മനുഷ്യൻ്റെ മനസ്സിലേക്ക് ശിർക്ക് കടന്നു വരും. അത് ഗൗരവത്തോടുകൂടെ ശ്രദ്ധിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത്രയും ഗൗരവകരമാണ്. ഏത് സമയത്തും തെറ്റിപ്പോകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്നത് വരേക്കും ഈ തൗഹീദിൽ അടിയുറച്ച് ജീവിച്ച് അതിൻ്റെ വക്താക്കളായി ജീവിച്ച് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന യഥാർത്ഥ തൗഹീദിൻ്റെ അജയ്യമായ ആദർശത്തെ ഉരുവിട്ടുകൊണ്ട് ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമതായി, ഒരു മനുഷ്യന് തൗഫീക്ക് ലഭിക്കാൻ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട കാര്യമാണ് റബ്ബിൻ്റെ ഖദറിൽ അവന് വിശ്വാസമുണ്ടായിരിക്കണം. എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് ഞാനല്ല, എന്നെ സൃഷ്ടിച്ച എൻ്റെ റബ്ബ്. എൻ്റെ ജീവിതത്തിൽ എന്ത് വരണമെന്ന് എൻ്റെ റബ്ബാണ് തീരുമാനിക്കുന്നത്. അതിലെനിക്ക് യാതൊരു റോളുമില്ല. മക്കളുടെ കാര്യമാണെങ്കിൽ യഹബുലി മയ്യശാഉ ഇനാസ വയഹബുലി മയ്യശാഉ ദുകൂർ വയജഅലു മയ്യശാഉ അകീമ എന്നിങ്ങനെ തുടങ്ങി വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ ആൺമക്കളെ നൽകിയത് റബ്ബ. അതിൽ നമുക്ക് റോളൊന്നുമില്ല. എനിക്ക് ആണിനെ നൽകിയതാണെങ്കിലും അതെനിക്ക് ഖൈർ, പെണ്ണാണ് നൽകിയതെങ്കിൽ അതെനിക്ക് ഖൈർ, ആണിനെയും പെണ്ണിനെയും എനിക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതും എനിക്ക് ഖൈർ. എനിക്കിനി മക്കളെ നൽകിയിട്ടില്ല എങ്കിൽ അതും റബ്ബിൻ്റെ ഖൈറാണെന്ന്, റബ്ബിൻ്റെ തീരുമാനമാണെന്നൊരു ബോധം, ഒരു വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. നടക്കുന്നതെല്ലാം റബ്ബ് രേഖപ്പെടുത്തി വെച്ചതാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിലൂടെ പറയുന്നുണ്ട്, ഖുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. മനുഷ്യൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ ഒന്നും റബ്ബ് രേഖപ്പെടുത്തിയിട്ടല്ലാതെ നടക്കുന്നില്ല. എല്ലാം റബ്ബിൻ്റെ രേഖകളിലുള്ളതാണ്. റബ്ബ് രേഖപ്പെടുത്തി വെച്ച കാര്യമാണ്. അതുകൊണ്ട് ആ ഖദറിൽ നമുക്ക് വിശ്വാസമുണ്ടാകണം. ഖദറിൽ നമുക്ക് വിശ്വാസമുണ്ടാകണം. എന്നാലേ ജീവിതത്തിൽ ഒരാൾ പ്രയാസപ്പെട്ടിരിക്കുന്നത് കാണുമ്പോൾ അവനെ ചെന്ന് സമാശ്വാസപ്പെടുത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന, ഉപ്പ മരണപ്പെട്ട് ഉമ്മ മരണപ്പെട്ട് മക്കൾ മരണപ്പെട്ട് വ്യസനത്തിൽ കഴിയുന്നൊരു വ്യക്തിയുടെ അടുത്ത് ചെന്ന്, ഒരു വിശ്വാസിയുടെ അടുത്ത് ചെന്ന് നീ പ്രയാസപ്പെടേണ്ട, ബുദ്ധിമുട്ടേണ്ട, റബ്ബിൻ്റെ പ്രതിഫലം നിനക്ക് ലഭിക്കുമെന്ന് അവനോട് പറയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അത് ഈ വിശ്വാസമുള്ള ഒരുവനെ സാധിക്കുകയുള്ളൂ. യുക്തിവാദികളെന്ന് പറഞ്ഞ് യുക്തിയില്ലാത്ത യുക്തിവാദികളും നിരീശ്വരവാദികളും മനുഷ്യൻ്റെ യുക്തിക്ക് പോലും ചിന്തിക്കാനെത്താത്ത പല ആശയങ്ങളും പുരോഗമനത്തിൻ്റെ പേര് പറഞ്ഞ് നമ്മുടെ സമുദായത്തിൽ കൊണ്ടുവരുന്ന ആളുകൾ, ലിബറൽ ചിന്താഗതിക്കാർ, ഇങ്ങനെ തുടങ്ങി മനുഷ്യൻ്റെ പുരോഗതിയുടെ കാര്യമാണെന്ന് പറഞ്ഞ് പാശ്ചാത്യ രാജ്യങ്ങൾ പോലും ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ അത്തരം ആശയങ്ങളെ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമാണ്, സമുദായത്തിലെ കോളേജുകളിലും ക്യാമ്പസുകളിലും വിദ്യാലയങ്ങളിലും പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് കൊണ്ടുവരുന്ന പുരോഗമനത്തിൻ്റെ പേര് വിട്ട് വിളിക്കുന്ന പല ചിന്താധാരകളും ഇതിന് വിരുദ്ധമാണ്. അവർക്കെങ്ങനെയാണ് ഒരാൾ പ്രയാസപ്പെടുമ്പോൾ, ഒരാൾ ബുദ്ധിമുട്ടുമ്പോൾ നീ പ്രയാസപ്പെടേണ്ട എന്ന് പറഞ്ഞ് സമാശ്വാസപ്പെടുത്താൻ സാധിക്കുക? അവർക്ക് മുമ്പിൽ യാതൊരുവിധ ഖദറുകളുമില്ല, ലോകത്തിനെ നിയന്ത്രിക്കുന്ന ഒരാളുമില്ല. തൻ്റെ ജീവിതത്തിൽ ഈ ഒരു ദുനിയാവ് മാത്രമേയുള്ളൂ. താൻ ഇഷ്ടപ്രകാരം തൻ്റെ ഇച്ഛക്കനുസരിച്ച് എന്തും നിർവഹിക്കാമെന്ന് സമുദായത്തെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അത്തരം ചിന്തയിലേക്ക് കുട്ടികൾ മാറിക്കൊണ്ടിരിക്കുകയും അവർ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിലൂടെ എത്രത്തോളം എന്നാൽ നമ്മുടെ വീടുകളിലുള്ള മക്കളിൽ പോലും ലിബറൽ ചിന്താഗതികൾ എത്തിയിട്ടുണ്ട് എന്ന്
നാം ഗൗരവത്തോടുകൂടെ തിരിച്ചറിയണം. അത്രയും ഗൗരവകരമാണ് കാര്യം. ഇത് എടുത്ത് കാണിച്ചു തരാൻ സാധിക്കില്ല, ഇത് ലിബറലാണെന്ന് പറഞ്ഞ് കാണിക്കാൻ സാധിക്കില്ല. പക്ഷെ അവരുടെ മനസ്സുകളിൽ കുത്തിയിടുന്നൊരു കാര്യം ഇതാ. കാരണം മതമെന്നുള്ളത് കുടുസമാണ്, അത് സ്വാതന്ത്ര്യമില്ല. പല കാര്യങ്ങളും സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നൊരു കാര്യമാണ്. മതത്തിൻ്റെ ബൗണ്ടറി എന്നവരെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ നാം ചിന്തിക്കണം, നിയന്ത്രണങ്ങൾ ജീവിതത്തിൽ അനിവാര്യമാണ്. നിയന്ത്രണങ്ങൾ അനിവാര്യമാണ്. നാം ഇഷ്ടപ്പെടുന്നൊരു കാര്യം നാം നിർവഹിക്കുകയാണെങ്കിലും അതിൽ നിയന്ത്രണങ്ങൾ നാം വെക്കുന്നു. എത്രത്തോളം എന്നാൽ ഉറങ്ങുക എന്നുള്ളത് നാം എല്ലാവരും ഇഷ്ടപ്പെടുന്ന കാര്യം. എത്ര സമയം വേണമെങ്കിലും നാം ഉറങ്ങും. എന്നാൽ നാളെ ഒരു എക്സാം ഉണ്ട്, 10 മണിക്ക് എക്സാം ഉണ്ട്, 1 മണിക്കൂർ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് റണ്ണിങ് ഉണ്ട്. 9 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ പ്രിയമുള്ളവർ ഒരു 8:15 അലാറം വെച്ച് അവൻ എഴുന്നേൽക്കും. അത് മുഹമ്മദ് ആണെങ്കിലും ജോസഫ് ആണെങ്കിലും ഗോപാലനാണെങ്കിലും ആരാണെങ്കിലും അതിൽ മതഭേദമന്യേ എല്ലാവരും തൻ്റെ ഇഷ്ടമാകുന്ന ഉറക്കത്തിന് നിയന്ത്രണം വെച്ച് അവനവൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ അവന് ബോധ്യമുണ്ട് ചില നിയന്ത്രണങ്ങൾ ആവശ്യം. ടിക്കറ്റ് എടുത്ത് ബസ്സിൽ കയറി അവൻ പറയുന്നു, ഞാൻ ഇഷ്ടപ്പെട്ട് ഞാനെടുത്ത പൈസയോടുകൂടെ ഞാൻ സമ്പാദിച്ച ക്യാഷ് കൊണ്ട് വാങ്ങിച്ച ടിക്കറ്റ് കൊണ്ടാണ് ഞാൻ ഈ വാഹനത്തിൽ സഞ്ചരിക്കുന്നത്, അതുകൊണ്ട് ലേഡീസ് ഇരിക്കുന്ന സീറ്റിൽ ഞാൻ ഇരിക്കുമെന്ന് ഞാൻ വിചാരിച്ചാൽ നടക്കുമോ? ഒരിക്കലുമില്ല. ബസ്സിന് ചില നിയന്ത്രണങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്, അത് പാലിച്ചേ ബസ്സിൽ കയറാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് നിയന്ത്രണങ്ങൾ എന്ന് പറഞ്ഞ് ഇസ്ലാമിൽ നിന്നൊരിക്കലും ഒരാൾ വ്യതിചലിച്ചു പോകേണ്ടതില്ല. ഇസ്ലാം ലോകത്ത് സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, മനുഷ്യനെ സൃഷ്ടിച്ച, മനുഷ്യൻ്റെ കാര്യങ്ങളെല്ലാം അറിയുന്ന റബ്ബ് നിർണയിച്ചു തന്നു അതിർവരമ്പുകൾ. അത് മനുഷ്യൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്. പലിശ ഒരിക്കലും എടുക്കരുതെന്ന ഹറാമാണ്. പലിശക്ക് ഒപ്പിട്ട് കൊടുക്കുന്നവരും അതിന് സാക്ഷി നിൽക്കുന്നവരും എല്ലാം ഹറാമാണ് ചെയ്യുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചു തന്നു. എത്ര ആളുകളാണ് ലോൺ എടുത്ത് സ്വന്തം വീടും സ്വന്തം വാഹനവും എല്ലാം ബാങ്കിന് ജപ്തിയായി ജീവിക്കുന്ന, പ്രയാസത്തിന് മേൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ എത്രയുണ്ട്. സ്ത്രീകൾ അവരുടെ അങ്കലാവണ്യം ഒരിക്കലും പുറത്ത് കാണിക്കേണ്ടവരല്ല. തൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ, ഇസ്ലാം അനുവദിച്ച ആളുകൾക്ക് മുമ്പിൽ മാത്രമേ അവരുടെ സൗന്ദര്യം പ്രകടിപ്പിക്കാൻ ഇസ്ലാം അനുവാദം നൽകുന്നുള്ളൂ. എന്നാൽ അതവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയാണെന്ന് പറഞ്ഞ് താൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ വസ്ത്രം ധരിക്കുമെന്ന് പറഞ്ഞ് സമുദായത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് പല പീഡനങ്ങളും ബലാത്സംഗങ്ങളും സമുദായത്തിൽ നടമാടുന്നത്. സ്ത്രീയുടെ ശരീരം വിൽപ്പന ചരക്കായി കൊണ്ടിരിക്കുന്ന അവസ്ഥ നാം ദിവസേന ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുക. ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് യഥാർത്ഥ ഇസ്ലാമിൽ അടിയുറച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, പറഞ്ഞു വന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അതേ രൂപത്തിൽ ദീനിനെ ദീനാക്കി മനസ്സിലാക്കി ഹക്കിനെ ഹക്കായി തിരിച്ചറിഞ്ഞുകൊണ്ട് ബാത്തിലിനെ ബാത്തിലാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് വിട്ടുനിന്ന് ഹക്കിൻ്റെ മാർഗത്തിലൂടെ, തൗഹീദിൻ്റെ മാർഗത്തിലൂടെ, സുന്നത്തിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് നമുക്ക് റബ്ബിൻ്റെ തൗഫീക്ക് അനിവാര്യമാണ്. ആ തൗഫീക്ക് ലഭിക്കാൻ കാരണമാകുന്ന 3 കാര്യങ്ങളാണ് പറഞ്ഞു വെച്ചത്. ഒന്നാമതായി ഇഖ്ലാസ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുക. രണ്ടാമതായി അവൻ്റെ തൗഹീദ് ശരിയാകണം. മൂന്നാമതായി ഖദറിലുള്ള വിശ്വാസം. എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും റബ്ബിൻ്റെ ഖദർ കൊണ്ട് മാത്രമാണെന്ന് അവന് ബോധ്യമുണ്ടാകണം. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, സൂറത്തു ഹദീദിലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർദി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. മാ അസാബ മിൻ മുസീബ, ഒരു കാര്യവും ദുനിയാവിൽ സംഭവിക്കുന്നില്ല, ഫിൽ അർദി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ, റബ്ബ് രേഖപ്പെടുത്തി വെച്ച ഗ്രന്ഥത്തിലില്ലാതെ എല്ലാ കാര്യങ്ങളും ദുനിയാവിൽ നടക്കുന്നത് റബ്ബ് രേഖപ്പെടുത്തി വെച്ചതാ. ഈ പ്രോഗ്രാം ഇവിടെ നടക്കുമെന്ന് റബ്ബ് രേഖപ്പെടുത്തി വെച്ചു. നാം ഇന്ന് മഗ്രിബിക്ക് എവിടെ പള്ളിയിൽ എത്തണമെന്ന് റബ്ബ് രേഖപ്പെടുത്തി വെച്ചതാ. എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന സാമ്പത്തികമായ പരാധീനതകൾ,
എൻ്റെ മക്കളിൽ നിന്നുണ്ടാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടലുകളും എൻ്റെ രോഗങ്ങളെല്ലാം ഞാൻ സാമ്പത്തികമായി പരാധീനത അനുഭവിക്കുന്നതും സാമ്പത്തികമായി ഒരുപടി മുന്നിൽ ഞാൻ നിൽക്കുന്നുണ്ടെങ്കിലും എല്ലാം റബ്ബ് രേഖപ്പെടുത്തി വെച്ചതാ. എന്തിനു വേണ്ടി എന്നറിയുവോ? ലികൈലാ തഅസൗ അലാ മാ ഫാതകും വലാ തഫ്റഹു ബിമാ ആതാകും. ലികൈലാ തഅസൗ അലാ മാ ഫാതകും. ഒരു പ്രയാസം ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, അവരുണ്ടായിരുന്നൊരനുഗ്രഹം ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ, തൻ്റെ മക്കൾ മരിച്ചു, ഭാര്യ മരിച്ചു, ഉമ്മ മരിച്ചു, ഉപ്പ മരിച്ചു, ജീവിതത്തിൽ ഒരുപാട് സാമ്പത്തികമായ ഭദ്രതയുള്ള ആളായിരുന്നു, പെട്ടെന്നൊരു ദിവസം സമ്പത്തെല്ലാം ഇല്ലാതായിപ്പോയി. റബ്ബിൻ്റെ പരീക്ഷണമാണെന്ന ബോധ്യം അവരുണ്ടാകണം. ഒരിക്കലും അതിൽ നിന്ന് ഒരു കുറ്റബോധമോ ഒരു നിരാശയോ ഉണ്ടാകരുത്. അതിനു വേണ്ടിയാണ് റബ്ബിതെല്ലാം രേഖപ്പെടുത്തി വെച്ചു എന്ന് പറഞ്ഞത്. ലികൈലാ തഅസൗ അലാ മാ ഫാതകും വലാ തഫ്റഹു ബിമാ ആതാകും. ഒരനുഗ്രഹം വന്ന് കിട്ടുമ്പോൾ, നല്ല സാമ്പത്തികമായ ഭദ്രത ജീവിതത്തിൽ ലഭിക്കുമ്പോൾ, നല്ല ആരോഗ്യം ലഭിക്കുമ്പോൾ, മക്കളെല്ലാം ഉന്നതമായ തസ്തികയിലെത്തുമ്പോൾ അവനൊരിക്കലും അഹങ്കരിക്കരുത്. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. ദുനിയാവിലൂടെ അഹന്തയോടുകൂടെ നടക്കുന്ന, അഹങ്കാരത്തോടുകൂടെ നടക്കുന്ന ആളുകളെ റബ്ബിനൊരിക്കലും ഇഷ്ടമില്ല. റബ്ബിന് അങ്ങനെ ആളുകൾ അഹങ്കാരത്തോടുകൂടെ നടക്കുന്നവരെ ഒരിക്കലും റബ്ബ് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങളിൽ ഒരിക്കലും നിരാശരാകണ്ട. എന്നാൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളിൽ മതിമറന്ന്, സന്തോഷം കൊണ്ട് മതിമറന്ന്, റബ്ബിനെ മറന്ന് വിസ്മരിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയും വരരുത്. ഇതാണ് ഇസ്ലാം അതുകൊണ്ട് മുന്നോട്ട് വെക്കുന്ന ആശയം. ഒരു പ്രയാസം വരുമ്പോൾ ക്ഷമിച്ച്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജബൽ ലി അംരിൽ മുഅ്മിൻ. ഒരു വിശ്വാസിയുടെ കാര്യം എത്ര അത്ഭുതകരമാണ്. കാലിലൊരു മുള്ള് തിറക്കുന്നതിന് പോലും അവൻ ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു പറയുകയാണ്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിശൈഇൻ മിനൽ ഖൗഫി, നാട്ടുകാരിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഭയമുണ്ടാക്കിക്കൊണ്ട് റബ്ബ് നിങ്ങളെ പരീക്ഷിക്കും. നിർത്തിയില്ല. മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. പട്ടിണി നൽകിക്കൊണ്ട്, പ്രയാസം നൽകിക്കൊണ്ട്, സാമ്പത്തികമായി പരാധീനതകൾ നൽകിക്കൊണ്ട്, ഇങ്ങനെ പ്രയാസങ്ങൾ കൊണ്ട് റബ്ബ് നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. എന്നാൽ റബ്ബ് പറയുന്നുണ്ട്, ബശ്ശിരിസ് സാബിരീൻ. ക്ഷമിക്കുന്ന ആളുകൾക്കാണ് സന്തോഷവാർത്ത. അവർക്കെന്താണെന്നറിയുവോ? അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു പ്രയാസം വരുമ്പോൾ അവിടെ നിരാശപ്പെട്ട് റബ്ബിനെ കുറ്റം പറയുന്ന, ചീത്ത വിളിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവന് മാറൂല. അവൻ ക്ഷമിക്കും, ക്ഷമാലുക്കളുടെ കൂടെയായിരിക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ ഓതി നമ്മെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ആലോചിക്കണം അതിൻ്റെ ഗൗരവം. ക്ഷമിക്കാൻ നമുക്ക് സാധിക്കണം. വരുന്ന പ്രയാസങ്ങളിൽ ഒരിക്കലും സങ്കടപ്പെട്ട് റബ്ബിനെ പഴിക്കുന്നൊരവസ്ഥയുണ്ടാകരുത്. നാലാമതായി പണ്ഡിതന്മാർ പറഞ്ഞ കാര്യം, തൗഫീക്ക് ലഭിക്കാൻ റബ്ബിനെ കുറിച്ച് നല്ല ബോധമുണ്ടാകണം. ഹുസ്നുൽ, നല്ല വിചാരം റബ്ബിനെ കുറിച്ച്. എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോഴേക്കും റബ്ബിനെ പഴിക്കുന്നൊരവസ്ഥയുണ്ടാകരുത്. ഒരു മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകേണ്ട കാര്യം എന്താ? അയ്യദുന്നൽ അബ്ദു അന്നല്ലാഹ റാഹിം. ഒരു മനുഷ്യൻ്റെ മനസ്സിൽ അവൻ റബ്ബിനെ കുറിച്ച് വിചാരിക്കേണ്ടത്, അന്നല്ലാഹ റാഹിം, എൻ്റെ റബ്ബ് കാരുണ്യവാന, എന്നോട് ഒരിക്കലും അക്രമം പ്രവർത്തിക്കില്ല. വമാ അന ബിളല്ലാമിൻ ലിൽ അബീദ്, ഒരിക്കലും അടിമകളോട് അക്രമം പ്രവർത്തിക്കാത്തവനാണ് ലോകത്തിൻ്റെ സട്ടാവെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുമ്പോൾ, ജീവിതത്തിൽ എത്രയധികം തിന്മകൾ ചെയ്തു കൂട്ടിയിട്ടുണ്ടെങ്കിലും റബ്ബ് പറഞ്ഞു, ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ.
ഒരുപാട് തിന്മകൾ ജീവിതത്തിലൂടെ ചെയ്തു പോയി. ഭാര്യയറിയാതെ, ഉമ്മയറിയാതെ, ഉപ്പയറിയാതെ, മാതാപിതാക്കൾ എന്നെ കാണുന്നില്ലെന്ന് വിചാരിച്ച് ഒരുപാട് തിന്മ ജീവിതത്തിലൂടെ ചെയ്തു പോയി. ഇന്നെനിക്ക് വാർദ്ധക്യത്തിലെത്തി ഒരുപാട് പ്രായമായി. യുവത്വത്തിൻ്റെ പ്രസരിപ്പിൽ ഞാൻ ചെയ്തു കൂട്ടിയ തിന്മകൾ പലതും ഞാൻ മറന്നുപോയി, ഓർമ്മയില്ല. എന്നാൽ റബ്ബ് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ആത്മാർത്ഥമായി റബ്ബിങ്കലേക്ക് കൈകളുയർത്തി അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹ് എനിക്ക് പുറത്തു നൽകണേ. അത്തരം ഒരു അവസരം വന്നപ്പോൾ, അത്തരം ഒരു സാഹചര്യം ജീവിതത്തിലൂടെ കടന്നു വന്നപ്പോൾ ഒരിക്കലും നിങ്ങൾ ധിക്കരിച്ചുകൊണ്ടല്ല പിശാച് എന്നെ കൊണ്ട് ചെയ്യിച്ചതാ. അതുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ്, എനിക്ക് പുറത്തു നൽകണമെന്ന് റബ്ബിനോട് ആത്മാർത്ഥമായി കൈകൾ ഉയർത്താൻ, ഇസ്തിഗ്ഫാർ റബ്ബിനോട് ചോദിക്കാൻ. രാത്രിയിൽ ആളുകളെല്ലാം, ജനങ്ങളെല്ലാം കിടന്നുറങ്ങുമ്പോൾ, ഉമ്മ ഉറങ്ങട്ടെ, ഭാര്യ ഉറങ്ങട്ടെ, എല്ലാം ഉറങ്ങുകയാ. ആ സമയത്ത് റബ്ബിൻ്റെ മുമ്പിൽ കൺപുറന്നുകൊണ്ട് റബ്ബിനോട് കണ്ണുനീർ പൊഴിച്ച്, റബ്ബേ, ഒരു തിന്മ ജീവിതത്തിൽ കടന്നു വന്നു നാഥാ, പുറത്ത് നൽകണമെന്ന് റബ്ബിനോട് ആത്മാർത്ഥമായൊന്ന് ഇസ്തിഗ്ഫാറിനെ ചോദിക്കാൻ നാം സന്നദ്ധരായിട്ടുണ്ടോ? ആത്മാർത്ഥമായൊന്ന് ചിന്തിക്കുക. എത്ര തിന്മ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയവനാണെങ്കിലും റബ്ബ് പറഞ്ഞു, അവൻ്റെ എല്ലാ കാര്യങ്ങളും ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അവൻ്റെ എല്ലാ പാപവും റബ്ബ് പുറത്തു നൽകും. ഒരിക്കലും റബ്ബിൻ്റെ കാര്യത്തിൽ നിരാശനാകേണ്ട ആവശ്യമില്ല. എല്ലാം റബ്ബ് പുറത്തു നൽകുമെന്ന് വിശുദ്ധ ഖുർആൻ. അത്തരം റബ്ബിനെ കുറിച്ചുള്ള നല്ല ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത്. മറിച്ച് പ്രയാസം വരുമ്പോഴേക്കും റബ്ബിനെ ചീത്ത പറഞ്ഞ്, എത്ര നമസ്കരിച്ചവനാണ് ഞാൻ, എത്ര നോമ്പനുഷ്ഠിച്ചു, എത്ര സകാത്ത് കൊടുത്തു, സ്വതക്കകൾ ചെയ്തു, എന്നിട്ടും എൻ്റെ റബ്ബ് എന്നെ പ്രയാസപ്പെടുത്തുകയാണല്ലോ, ഇത്തരം ഒരു പരീക്ഷണം എനിക്ക് നൽകുകയാണല്ലോ എന്ന് പറഞ്ഞ് റബ്ബിനെ പഴിക്കുന്ന ഒരവസ്ഥയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. എൻ്റെ ഇന്നലകളെ നന്നാക്കാൻ റബ്ബിന് സാധിക്കുമെങ്കിൽ എൻ്റെ നാളെയെ നന്നാക്കാനും റബ്ബിന് സാധിക്കും എന്ന റബ്ബിനെ കുറിച്ചുള്ള നല്ല വിചാരമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. നാലാമതായി, റബ്ബിനെ കുറിച്ചുള്ള നല്ല വിചാരമാണെങ്കിൽ, അഞ്ചാമതായി പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട്, അത്തവക്കുലു അലല്ലാഹ്, റബ്ബിൽ ഭരമേൽപ്പിക്കുകയാണ്. സമയത്തിൻ്റെ പരിമിതി മൂലം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അഞ്ചാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത്തവക്കുലു അലല്ലാഹ്, എല്ലാം റബ്ബിൽ ഭരമേൽപ്പിക്കുക. ഇന്ന് പള്ളിയിലേക്ക് വരുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ് എൻ്റെ കാര്യമെല്ലാം റബ്ബിൽ ഏൽപ്പിച്ചിട്ടാണോ ഞാനിവിടെ വന്നിരിക്കുന്നത് എന്ന് ആലോചിച്ചു നോക്കി. പല കാര്യങ്ങളും നാം മറന്നു പോവുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടുകൂടെ പഠിപ്പിച്ച പല കാര്യങ്ങളും ജീവിതത്തിൽ നിന്ന് നാം മറന്നു പോകുന്നു. അത്തവക്കുലു അലർ റഹ്മാനി കുല്ല ഹാജത്തിൻ തലബ്ത ഫഇന്നല്ലാഹ യഖ്ദി വയഖ്ദിറു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളെല്ലാം റബ്ബിൽ ഭരമേൽപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത്തവക്കുലു അയ്യഅലമൽ അബ്ദു അന്നൽ അംറ കുല്ലുഹു ലില്ലാഹ്, അന്നൽ അംർ, എല്ലാ കാര്യങ്ങളും റബ്ബിൽ നിന്നാണെന്ന് ഒരു മനുഷ്യൻ അറിയലാണ്, മനസ്സിലാക്കലാണ് തവക്കുൽ. എന്നാൽ നിർത്തിയില്ല, അവിടെ നിന്ന് പറയുന്നുണ്ട്, നിങ്ങൾ തവക്കുൽ ഏൽപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടായിരിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടുകൂടെ ഒരു സ്വഹാബി പ്രവാചകനോട് വന്ന് ചോദിച്ചു, ഒട്ടകത്തെ ബന്ധിച്ചതിന് ശേഷമാണോ, കെട്ടിയിട്ടതിന് ശേഷമാണോ, അതോ കെട്ടാതെയാണോ തവക്കുൽ ഏൽപ്പിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒട്ടകത്തെ കെട്ടിയിട്ടതിന് ശേഷം നിങ്ങൾ തവക്കുലാക്കണം റബ്ബിലെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രൂപത്തിലുള്ള തവക്കുല. ഒന്നും പഠിക്കാതെ എക്സാമിന് പോയിരുന്ന റബ്ബെന്നെ സഹായിക്കുമെന്ന് വിചാരിക്കുന്നത് യഥാർത്ഥ തവക്കുലല്ല. യഥാർത്ഥ തവക്കുൽ പ്രവാചകൻ പറഞ്ഞു, ഒട്ടകത്തെ കെട്ടിയതിന് ശേഷം അസ്ബാബുകൾ, നമ്മുടെ കാര്യം നാം ക്ലിയർ ചെയ്ത് ബാക്കി റബ്ബിങ്കൽ ഏൽപ്പിക്കുന്ന ഒരു രൂപത്തിലായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട. അങ്ങനെയാണെങ്കിൽ ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ്ഖ തവക്കുലിഹി ലറസഖകും കമാ യർസുഖുത് ത്വയ്ർ. എത്ര സുന്ദരമായ പ്രവാചകന്റെ വചനമാണ്. നിങ്ങൾ റബ്ബിൽ തവക്കുലേൽപ്പിക്കേണ്ട രൂപത്തിൽ തവക്കുലേൽപ്പിക്കുകയാണെങ്കിൽ ലറസഖകും കമാ യർസുഖുത് ത്വയ്ർ, പക്ഷികൾക്ക് റിസ്ക് നൽകുന്നത് പോലെ നിങ്ങൾക്കും റിസ്ക് നൽകും. പ്രവാചകൻ പറഞ്ഞു, തഗ്ദൂ ഖിമാസൻ വതറൂഹു ബിതാന,
ഒട്ടിയ വയറുമായി വീട് വിട്ടിറങ്ങുന്ന പക്ഷികൾ നിറവയറുമായി അവരുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ ആരാണ് അവർക്ക് ഉപജീവനം നൽകിയത്? ലോകത്തിൻ്റെ സട്ടാവ്. റബ്ബിനെ അനുസരിച്ച്, റബ്ബിനെ സൂക്ഷിച്ച്, റബ്ബിങ്കിൽ തവക്കുലേൽപ്പിച്ച്, റബ്ബിൽ സദ്വിചാരത്തോടുകൂടെ ജീവിക്കുന്നവനെ റബ്ബ് മഖ്റജ്, തുറവി കാണിക്കുകയുള്ളൂ എന്ന ബോധ്യത്തോടുകൂടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ, നന്മകൾ കൂടുതലായി ജീവിതത്തിൽ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള തൗഫീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ, 30ഓളം കാര്യങ്ങൾ പണ്ഡിതന്മാർ എണ്ണുന്നുണ്ട്. തൗഫീക്ക് ലഭിക്കാൻ സമയത്തിൻ്റെ പരിമിതി കാരണം വളരെ മുഖ്യമായ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സ്വർഗം ലഭിക്കാൻ കാരണമാകുന്ന ഒരു കർമ്മമായി ഈ ഒരു സദസ്സിനെ, ഈ ഒരു ദർസിൻ്റെ കേൾവിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ ഒരുപാട് തിന്മകൾ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു നൽകുമാറാകട്ടെ. അല്ലാഹുവേ, മരിക്കുന്നത് വരേക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് അടിയുറച്ച് ജീവിച്ച് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന യഥാർത്ഥ തൗഹീദിൻ്റെ ആദർശത്തെ ഉച്ചരിച്ചുകൊണ്ട് ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ റഹ്മാനെ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിന്റെ സഹായം സദാ വർഷിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.